Dears, Namaskaram and welcome to E-Talk Love where I answer your questions. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ E-Talk Loveൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറേ പേര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതിൽ നിന്നും ഒരു 3-4 ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഉത്തരം പറയുന്നുള്ളൂ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എടുക്കാം. റൈറ്റ്, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദേവപ്രിയയുടെ ചോദ്യമാണ്. ഹായ് ദേവപ്രിയ, ചേച്ചി ചേട്ടൻ ജോബ് യൂട്യൂബ് അല്ലാണ്ട്, ഇത് കുറേ പേർക്കുള്ളൊരു സംശയമാണ്, ഞങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് എന്ന്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, ബിക്കോസ് എൻ്റെ വ്ളോഗിലൊക്കെ ഞാൻ സ്ഥിരം പറയുന്നതാണ്. അരുൺ ഗോപൻ മ്യൂസിഷ്യനാണ്, സിംഗറാണ്, മ്യൂസിക് കമ്പോസറാണ്. അപ്പം ആള് കംപ്ലീറ്റ്ലി ഇൻ ടു മ്യൂസിക് ആണ്. അപ്പം നമ്മൾക്ക് സ്റ്റുഡിയോ ഉണ്ട് തൊട്ടപ്പുറത്ത്. നിങ്ങൾ ചിലപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടായിരിക്കും അറിയാത്തത്. പണ്ട് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ ടൂറൊക്കെ ചെയ്തിരുന്നു. ഇപ്പോഴും അത് യൂട്യൂബിലുണ്ട്. അപ്പം അവിടെ ഞങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫ്ലാറ്റ് റെൻ്റ് ഔട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ഒരു റൂമിൽ ഗോപുവിൻ്റെ മ്യൂസിക് സ്റ്റുഡിയോ ആണ് കംപ്ലീറ്റ്ലി. പിന്നെ മൊത്തം നമ്മളുടെ എഡിറ്റിംഗ് ഓഫീസ് അങ്ങനെ എല്ലാം കൂടെ അവിടെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. അപ്പോൾ അരുൺ ഗോപൻ മ്യൂസിഷ്യനാണ്, പിന്നെ പെർഫോമറാണ്, ആൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതാണ്, ഷോസ് ചെയ്യുന്നതാണ്. പിന്നെ ആള് BAMS കഴിഞ്ഞ ആളാണ്, അതായത് ആയുർവേദ ഡോക്ടറാണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നില്ല, കാരണം ആൾക്ക് അതിനോട് വലിയ താല്പര്യമില്ല, ആ പ്രൊഫഷനോട്. മ്യൂസിക് ലവറാണ്. പിന്നെ എൻ്റെ കാര്യം, ഞാൻ എൻ്റെ പ്രൊഫഷൻ HR ആണെങ്കിലും ഞാൻ ഒരു 3-4 വർഷം വർക്ക് ചെയ്തു. പിന്നെ എനിക്കതിനോടൊരു ഇഷ്ടക്കേടൊക്കെ തുടങ്ങി. എനിക്കിഷ്ടമല്ല സത്യം പറഞ്ഞാൽ ഒരു ഓഫീസ് ജോബ് എന്നുള്ളത്. എന്നെക്കൊണ്ട് അതിന് പറ്റില്ല ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് വർക്ക് ചെയ്യാൻ. അപ്പം ഞാൻ പിന്നെ ആങ്കറായിട്ട് ജോലി ചെയ്തു സൂര്യ മ്യൂസിക്കിൽ. ഒരു 5 വർഷം അവിടെ VJ ആയിരുന്നു. നിങ്ങൾ എൻ്റെ ഷോസ് പല ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പം കുറേ പേരൊക്കെ എപ്പോഴും പറയാറുണ്ട് സൂര്യ മ്യൂസിക്കിൽ കണ്ടത് ഓർമ്മയുണ്ടെന്നൊക്കെ. യെസ്, അപ്പോൾ VJ ആയിരുന്നു, ലൈവ് ഷോസൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കൺസീവ് ആയ സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് മോർ ആക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ ഫുൾ ടൈം കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വീഡിയോസൊക്കെ ചെയ്തിടാൻ. ഐ ലവ് ദാറ്റ് പ്രോസസ്സ്. ഒരു കുറേ ഹെക്റ്റിക് ആയിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളും ഒക്കെയാണ്, ബിക്കോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ട് പോകുക എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷേ എന്നാലും ഇഷ്ടപ്പെട്ടതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ നമ്മളെല്ലാവരും റെഡിയാണല്ലോ. അതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇന്ന് പുറത്ത് പോകുന്നുണ്ട്. ഡ്രൈവ് ചെയ്തിട്ട് പുതിയൊരു സാധനം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുഡ് ഐറ്റം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാനും ട്രൈ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് അതിന് ഇന്ന് പുറത്ത് പോകാൻ ഡ്രൈവ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കി ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാം. പക്ഷേ ഗൈസ്, ഞാൻ റെഡി ആവാനുണ്ട്. ഒരു ചെറിയൊരു ഷവർ എടുക്കട്ടെ. കം ഓൺ. നോക്കിക്ക് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷൂട്ടിന് വേണ്ടിയിട്ടേ ഹീറ്റിംഗ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്തു. അതിനുശേഷം ഒന്ന് ഡാമേജ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഒരു ഹെയർ വാഷിൽ തന്നെയാണ് ഇതൊക്കെ റെഡിയാക്കും. എൻ്റെ ഫേവറേറ്റ് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട്. BBlunt presents its intense moisture range with a shampoo, conditioner and hair serum. ഇതിൽ incredible ingredients ആയ ജോജോബ ആൻഡ് വൈറ്റമിൻ E ഉണ്ട്, which will deeply moisture your hair and make it smoother and frizz free. ഇതിലുള്ള ജോജോബ ഓയിൽ ഉണ്ടല്ലോ, ഇറ്റ്സ് റിച്ച് ഇൻ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇത് നമ്മുടെ ഹെയർ നല്ലോണം നറിഷ് ചെയ്യും, സ്ട്രെങ്തൻ ചെയ്യും ആൻഡ് നല്ലൊരു ഷൈൻ കൂടെ തരും. ഇതിലുള്ള വൈറ്റമിൻ E നമ്മുടെ ഹെയറിന് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ഡ്രൈ ആൻഡ് ഫ്ലേക്കി സ്കാൽപ്പൊക്കെ ഹൈഡ്രേറ്റ് ചെയ്യും, റിജുനേറ്റ് ചെയ്യും, ഹെയർ ഇലാസ്റ്റിസിറ്റി ആൻഡ് ഷൈനൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. ഞാൻ ചെറിയൊരു ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഹെയർ ഇതുപോലെ ഞാൻ ഹാഫായിട്ട് നമ്മളിങ്ങനെ വകുത്തിട്ട് കോമ്പ് ഇതിൽ കൂടെ പോകുന്ന കാണിച്ചു തരാം. ഓ, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കണ്ടോ, എല്ലാം ഇങ്ങനെ കുടുക്കായിട്ട് കിടക്കുകയാണ് എൻ്റെ ഹെയർ. ഇനി ആഫ്റ്റർ വാഷ് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാമേ. ആദ്യം ഹെയർ ഒന്ന് വെറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് BBluntന്റെ ഇൻറ്റൻസ് മോയ്സ്ചർ ഷാമ്പൂ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് BBluntന്റെ ഇൻറ്റൻസ് മോയ്സ്ചർ കണ്ടീഷണർ നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ടീഷണർ നമുക്ക് ഈവൻലി ഹെയറിന്റെ മിഡ് ലെങ്ത് തൊട്ട് എൻഡ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഹെയറിൽ ഒരു 5-10 മിനിറ്റ്സ് ഒന്ന് ലീവ് ചെയ്തിട്ട് വെള്ളം കൊണ്ട് നമുക്ക് വാഷ് ചെയ്യാം. നമ്മുടെ ഹെയറിന് നല്ല ഷൈൻ തരാൻ വേണ്ടിയിട്ട് ഇതിൽ ഷൈൻ ടോണിക് ഉണ്ട് ആൻഡ് ഡിസൈൻഡ് ബൈ ഹെയർ എക്സ്പേർട്സ് ടു ഗിവ് സലോൺ ലൈക്ക് ഹെയർ അറ്റ് അൺബിലീവബിൾ പ്രൈസ് ഓഫ് 399 rupees. ഇനി ഞാൻ ഇൻറ്റൻസ് മോയ്സ്ചർ ഹെയർ സിറം എൻ്റെ നനഞ്ഞ മുടിയിൽ തന്നെ അപ്ലൈ ചെയ്യാണ് കേട്ടോ. കോംബ് ടെസ്റ്റ് ചെയ്യാണ്. ഇത് കണ്ടോ, വാവ്,
എന്തൊരു സ്മൂത്തായിട്ട് ആ കോംബ് ഗ്ലൈഡ് ചെയ്യുന്ന ഒരു ഹെയറിൽ കൂടെ വെരി സ്മൂത്ത്. സോ എൻ്റെ ഹെയർ ഇപ്പം മോർ നറിഷ്ഡ് ആൻഡ് സ്മൂത്ത് ആൻഡ് ഫ്രിസ് ഫ്രീ ആയി. ലുക്ക് അറ്റ് ദിസ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ബീബ്ലണ്ടിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക എന്നിവയിൽ അവൈലബിൾ ആണ്. ആൻഡ് യൂസ് മൈ കൂപ്പൺ കോഡ് NIMMI2024 to get 20% off on BBlunt website. നെക്സ്റ്റ് ചോദ്യം ഷഹസാദ ഫാത്തിമയുടെ ആണ്. ഹായ് ചേച്ചി, വേർ ഈസ് ജാനകീസ് റൂം ടൂർ? വെൻ യു ആർ അറ്റ് ജാനകീസ് ഹോം ഐ വാസ് വെയിറ്റിംഗ് ടു സീ ദാറ്റ് ബട്ട് യു ഡിഡ്ന്റ് പോസ്റ്റ് ഇറ്റ്. അത് വളരെ ശരിയാണ്, ഞാനത് പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറയാം, നമുക്ക് വണ്ടി എടുക്കാം എന്നിട്ട് പറയാം. ജാനകിയുടെ റൂം ടൂർ എന്താ കാണിക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ, ജാനുവിൻ്റെ റൂം ആക്ച്വലി നല്ല ഭംഗിയുള്ള റൂമാണ്. ഒരു വേറെ തന്നെ ഒരു വൈബിളുള്ള റൂമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും അവളോട് ഇങ്ങനെ പറയായിരുന്നു, ജാനു നാളെ നിൻ്റെ റൂം ടൂർ എടുക്കാൻ പോകണേ, റൂം ക്ലീൻ ചെയ്യണേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവളെല്ലാം സമ്മതിക്കേ. അപ്പം പിന്നെ റൂം ക്ലീൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി അവൾക്ക് നമ്മൾ കൊടുത്തു. പിന്നെ അവൾക്ക് എവറി ഡേ ഓരോരോ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും കേട്ടോ. ഓരോ ഷോ അല്ലെങ്കിൽ വർക്കൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ എന്താ സ്ലീപ്പ് ഓവർ, അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ആൾ ബിസിയായി. അപ്പോൾ ഈ റൂം ക്ലീനിങ് നടന്നില്ല. അപ്പം സത്യം പറഞ്ഞാൽ അവള് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ പൊന്നെ ആ റൂം നല്ല അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതെന്തായാലും എനിക്ക് അവളുടെ റൂം ടൂറിൽ കാണിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ വരുന്നത് വരെ അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. ആ റൂം ക്ലീനിങ് എന്നുള്ള പ്രോസസ്സ് നീണ്ടു പോയി. അതുകൊണ്ട് എനിക്ക് റൂം ടൂർ കാണിക്കാൻ പറ്റില്ല. റിയലി വാണ്ടഡ് ടു ഷോ ഹർ റൂം ബിക്കോസ് വേറെ തന്നെ ഒരു വൈബാണ് ആ റൂമിൻ്റെ അകത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനകത്ത് ഇരുന്നിട്ട് അവൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണും, ഇങ്ങനെ ഇരുട്ടത്തിരുന്നിട്ട്. അതിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കോസി ആയിട്ട് അവൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണും. നല്ല രസം. അത് ആ സീൻ കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രസമാണ്. അപ്പം ഞാൻ ജാനുവിനെ കൊണ്ട് തന്നെ അവളുടെ റൂം ടൂർ ഒരു പ്രാവശ്യം ചെയ്യിക്കുന്നുണ്ട്. മിക്കവാറും ഈ ഇയർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ മേ ബി ഒരു പ്രാവശ്യം ഞങ്ങൾ പോവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ജാനകിയുടെ റൂം ടൂർ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരും. അതും അവൾ ഞാനും കൂടെ കാണിച്ചു തരാം. ഓക്കെ. എത്രയായി? കൊള്ളാം. അടുത്ത ചോദ്യം ശില്പ എബ്രഹാമിൻ്റെതാണ്. ഹായ് ശില്പ ചേച്ചി, ക്യാൻ യു ഷെയർ യുവർ വെയിറ്റ് ആൻഡ് ഹൗ ആർ യു മെയിൻറ്റെയിനിങ് ഇറ്റ് ആൻഡ് ടിപ്സ് ഫോർ ഗ്ലോയിങ് സ്കിൻ? എൻ്റെ കറൻറ്റ് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 53.7379. അതിങ്ങനെ 53-54 ഇടയിൽ ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വെയിറ്റിൽ. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു കുറച്ച് ദിവസത്തിനുള്ള ഒരു 50 എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ നടുവേദന വന്ന് ഹോസ്പിറ്റലൊക്കെ ആയില്ലേ, അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ഡയറ്റ് നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫുഡൊന്ന് കൺട്രോൾ ചെയ്തിട്ട് അധികം ജങ്ക് ഫുഡൊന്നും കഴിക്കാത്ത. പക്ഷെ നിങ്ങളിത് കണ്ടോ, ഞാനൊക്കെ എങ്ങനെ ഡയറ്റ് ചെയ്യാനാണ്? ഇതാ ഒരെണ്ണം ഞാൻ കഴിച്ചു, 3 ഞാൻ പാർസൽ വാങ്ങിച്ചു. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്. ഇതെന്തായിരുന്നു ഇതിൻ്റെ പേരെന്നെ എനിക്കറിയില്ല, സ്കാൻഡി. പക്ഷേ കൊള്ളാം കേട്ടോ ഗൈസ്. ഇവരുടെ ഈ ഡയറി ചോക്ലേറ്റ്, ഓ മൈ ഗോഡ്, ചോക്കോബാറാണ് പോലത്തെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ അതിൻ്റെയൊക്കെ വേറെ ലെവൽ ടേസ്റ്റ്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ടാവുമല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ആര്യൻകൂട്ടനെ ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പം ഞാൻ അവനും മേടിച്ച്, പിന്നെ എനിക്കൊരു 2 എക്സ്ട്രാ മേടിച്ച് നൈസായിട്ട് വെയിറ്റ് കുറക്കണം എന്നുള്ള അധികം ആഗ്രഹമുണ്ട്. ഷുഗർ കട്ട് ചെയ്യണം വെയിറ്റ് കുറയണമെങ്കിൽ, അതാണ് എൻ്റെയും വലിയൊരു ലക്ഷ്യം. പക്ഷെ മേ ബി ഒരു 1 വീക്കിൽ ഞാൻ ഷുഗർ കട്ട് ചെയ്യേണ്ട അവിടെ എത്തും. എനിക്ക് രാവിലെ ചായയിൽ ഒരു ഉച്ച തുള്ളി ഷുഗർ ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു സന്തോഷം ഉണ്ടാവില്ല. എന്ന് എൻ്റെ ലിപ്സ്റ്റിക്കാന്ന് തോന്നുന്നല്ലേ. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതായത് ടിപ്സ് ചോദിച്ചല്ലോ എൻ്റെ അടുത്ത് വെയിറ്റ് കുറയ്ക്കാനുള്ള. ഞാൻ റൈസ് ഇൻടേക്ക് കുറേ കുറച്ചു. ഉച്ചക്കത്തേക്കൊക്കെ ചെറിയൊരു ബൗളിൽ കുഞ്ഞ് പോർഷൻ റൈസ് കഴിക്കും. കൂടുതൽ പച്ചക്കറികൾ കഴിക്കാൻ തുടങ്ങി. പിന്നെ നമ്മളുടെ മീൽസിൽ 1 ടൈം സാലഡ് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. മോർണിംഗ് ടൈമിലും
പണ്ടൊക്കെ ഇഡലി ദോശയൊക്കെ കഴിച്ചിരുന്നിടത്ത് ഇപ്പം നൈസായിട്ട് എഗ്ഗിൻ്റെ സാധനങ്ങൾ അങ്ങനെ ഒരു ഷിഫ്റ്റ് വന്നു. ഞാൻ നോക്കട്ടെ, ഞാൻ വിചാരിച്ച സമയത്തേക്ക് ഈ ഷുഗർ കട്ട് ചെയ്താൽ എന്തായാലും കുറയുന്നില്ലാരും പറഞ്ഞിട്ട് ഞാൻ ഷുഗർ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതുകൂടി കുറച്ചിട്ട് ഞാൻ വിചാരിക്കുന്ന വെയിറ്റിലേക്ക് എത്തുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ആ ഒരു ജേർണി വീഡിയോ ചെയ്യും, എൻ്റെ ഡയറ്റ് പറഞ്ഞുതരും. എനിക്ക് വർക്ക് ആവട്ടെ ആദ്യം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. മേരി രേഷ്മ, ഓക്കെ, ഹായ് ചേച്ചി, പ്രഗ്നൻസി ടൈം റുട്ടീൻ എന്താണെന്ന് പറഞ്ഞുതരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേ ബി ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഫോളോ ചെയ്ത റുട്ടീൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് ഞാൻ പറയാം, പക്ഷേ എനിക്ക് പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുക്കാറായി. നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉത്തരം പറയാം. കമൻ. പ്രഗ്നൻസി ടൈം റുട്ടീനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുറച്ചായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കറക്റ്റ് റുട്ടീനൊന്നും ഓർമ്മയില്ല ഗൈസ്, കുറച്ച് നാളായില്ലേ. പക്ഷെ എന്നാലും ഞാൻ നിർബന്ധമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇൻറ്റൻഷനലി പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ നെഗറ്റിവിറ്റി, നമുക്ക് നെഗറ്റീവ് ന്യൂസ് കിട്ടുന്ന അങ്ങനത്തെ ഒക്കെ സോഴ്സസ് ഒക്കെ ഒഴിവാക്കി മാക്സിമം ഹാപ്പി ആയിട്ട് ഞാൻ എൻ്റെ മനസ്സിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതായിരുന്നു. ഇപ്പം ഞാൻ ഒരു പേഴ്സൺ അല്ല, എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. സോ മാക്സിമം ഹാപ്പി ആയിട്ടിരുന്നാലേ ഞങ്ങൾക്ക് ജനിക്കാൻ പോണ കുഞ്ഞൊരു ഹാപ്പി ബേബി ആയിട്ട് വരുള്ളൂ എന്നുള്ള ഒരു ചിന്ത ഫുൾ ടൈം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും. പിന്നെ എപ്പോഴും അതൊന്നും സാധിക്കണം എന്നില്ല കേട്ടോ, അത് പലപ്പോഴും പല സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ എന്നാലും ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ്. അതുകൊണ്ട് തന്നെ ആര്യൻകുട്ടൻ ഒരു ഹാപ്പി കുട്ടനായിട്ടായിരുന്നു വന്നത്. പിന്നെ നല്ല ഹെൽത്തി ഫുഡ്, അതായിരുന്നു എൻ്റെ റുട്ടീൻ്റെ ഒരു മെയിൻ ഭാഗം. ഹോം കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡാണ് അധികം കഴിച്ചത്. രസമായിരുന്നു ആ ഒരു കാലം. 5 മാസം ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആര്യാസിൽ ലൈവ് കഴിഞ്ഞ് എനിക്ക് 9 to 10 സൂര്യ മ്യൂസിക്കിൽ ലൈവ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ആര്യാസിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീട്ടിൽ ചെന്ന് ഞങ്ങൾ താഴെ പോയി വെജീസൊക്കെ എടുത്ത് ഞാനും ഗോപും കൂടെ കുക്ക് ചെയ്യും. പ്രഗ്നൻസി ടൈമിൽ കൂടുതലും ബിസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ചിന്തകളൊക്കെ വരിക. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കരിയർ ഫോക്കസ് ചെയ്തൊരു സമയമായിരുന്നു എൻ്റെ പ്രഗ്നൻസി ടൈം. ബിക്കോസ് എൻ്റെ യൂട്യൂബൊക്കെ മോർ റീച്ച് കിട്ടി തുടങ്ങിയതും നല്ല നല്ല വീഡിയോസ് എടുത്ത് തുടങ്ങിയതൊക്കെ പ്രഗ്നൻസി ടൈമിലാണ്. നിങ്ങൾ ആ സമയത്ത് വ്ളോഗ്സ് കണ്ടാൽ അറിയാം. ഒരിക്കലും പ്രഗ്നൻ്റ് ആണ് അതൊരു അസുഖമൊന്നുമല്ല, അത് നമ്മുടെ ലൈഫിലെ ഒരു സ്റ്റേജാണ്. അപ്പം എൻ്റെ ഡോക്ടർ ആദ്യം പറഞ്ഞ അങ്ങനെയായിരുന്നു, അസുഖമൊന്നുമല്ല, മടി പിടിച്ച് വീട്ടിലിരിക്കാനൊന്നും നിൽക്കരുത്. ഇല്ല, ഞാനതിന് നിന്നിട്ടേ ഇല്ല. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തു, കുറേ സ്ഥലങ്ങളിൽ പോയി. മൂന്നാറൊക്കെ പോയി 7 months ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡൊക്കെ വരുമ്പോൾ ഇറങ്ങി നടക്കും. നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും ആ ഓർക്കുമ്പോൾ രസമുണ്ട്. പക്ഷെ ഇന്നും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സമയം എൻ്റെ പ്രഗ്നൻസി ടൈമായിരുന്നു. അത് നമുക്കൊരു വേറൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു അമ്മയാവാൻ പോകുന്നു എന്നുള്ളതാകുമ്പോൾ നമ്മൾ മോർ നമ്മളുടെ കരിയറൊക്കെ സെറ്റാക്കാനാണ് ശ്രദ്ധിക്കുക. ബിക്കോസ് നാളെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞും കൂടെ വരും. അപ്പം നമുക്ക് ദ ബെസ്റ്റ് നമ്മളുടെ കുഞ്ഞിന് പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെയുള്ള അങ്ങനത്തെ ആഗ്രഹങ്ങൾ എനിക്ക് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ യെസ്, ഞാൻ എൻ്റെ കരിയറിൽ മോർ ഫോക്കസ് ചെയ്തൊരു സമയമായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് പ്രഗ്നൻസി എന്നുള്ളത് ഒന്നിനും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സ്മാർട്ടായിട്ടിരിക്കുക. അതേപോലെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, എൻ്റെ ഈ ഒരു വീഡിയോസ് ഉണ്ടാക്കുക. 2, നെറ്റ്ഫ്ലിക്സിലൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഹാപ്പി റോംകോം ഒക്കെ കാണുക, സീരീസ് കാണുക. സോ കൂടുതലും സന്തോഷമായിട്ടിരുന്ന സമയമാണ് അതൊക്കെ. പ്രഗ്നൻസി ടൈമിൽ വേറൊരു രസമുള്ളൊരു കാര്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ ബേബീനോട് സംസാരിക്കുമായിരുന്നു. നമ്മളെ ഫുൾ ടൈം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മളുടെ കൂടെ ഉള്ളത്, ഒരു പാർട്ടാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ 2 ആളല്ല, നമ്മൾ 3 ആളുണ്ട്. സോ ആര്യൻകുട്ടനോട് നമ്മളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ചില സമയത്ത് അവൻ ഇതുപോലെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ വന്ന് നമ്മളെ എന്താ പറയുക, വയറിന് മുകളിൽ വന്നിങ്ങനെ ആ ഒരു അനക്കമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം യെസ്, ബേബിയോട് ഫുൾ ടൈം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതൊക്കെ എന്താ പറയുക, അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അവർക്കെല്ലാം കേൾക്കാം, അവർ നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എപ്പോഴും മനസ്സിൽ ഓർക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ടോക്ക് ലവിൻ്റെ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഞാൻ വീടെത്തി തിരിച്ചിട്ട് അപ്പോൾ ആര്യൻകുട്ടൻ ചെറിയൊരു നാപ്പ് എടുക്കായിരുന്നു, ഇപ്പോൾ എണീറ്റിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പോയി നോക്കട്ടെ കേട്ടോ, ജസ്റ്റ് ഐസ്ക്രീം ഒക്കെ കൊണ്ട് കൊടുക്കട്ടെ, ഭയങ്കര ഹാപ്പി ആവും. സോ മൈ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇന്നത്തെ ഈ ടോക്ക് ലവ്. അപ്പോൾ അടുത്ത
പോസ്റ്റൊക്കെ ഞാൻ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഇന്നത്തെ ഇതിൽ തന്നെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് ഉത്തരം പറയാം. ഓക്കെ, താങ്ക് യു. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.